ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഡയറക്റ്റ് ആയിട്ട് OTT റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ടെസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ആർ മാധവനും അതുപോലെ തന്നെ നയൻതാര, സിദ്ധാർത്ഥ്, മീര ജാസ്മി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ശശികാന്ത് ആണ് സംവിധാനം ചെയ്തത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷ കൂടാതെ മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലൊക്കെ ഈ സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, സ്റ്റോറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടത് ഈ എന്താ പറയുക, മാച്ച് ഫിക്സിങ് കാര്യങ്ങളൊക്കെയാണ്. ടെസ്റ്റ്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ടെസ്റ്റ് മത്സരം. അതിൽ പിന്നെ അർജുൻ എന്ന് പേരുള്ള ഒരു ക്രിക്കറ്റർ ഉണ്ടാവും. എല്ലാം, അതായത് പിന്നെ ഒരുവിധം എല്ലാ റെക്കോർഡുകളും വെട്ടിപ്പിടിച്ച ആളായിരിക്കും. അപ്പോൾ 2 വർഷമായി ഫോം ഔട്ട് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ എന്താ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷറും കാര്യങ്ങളും, അതിനിടയിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ, മാച്ച് ഫിക്സിങ് കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും. അതിനിടയിൽ ഈ മാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു സയന്റിസ്റ്റ് ആയിരിക്കും. ഒരു പിന്നെന്താ പെട്രോളിന് പകരമായിട്ടുള്ള ഒരു സംഭവം കണ്ടുപിടിക്കാനുള്ള സംഭവം, അതിനിടയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും, ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്ന സിനിമയാണ്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂർ എടുത്ത് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നുണ്ട് ഏകദേശം. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എനിക്ക് ഈ സിനിമ ഒരു ജസ്റ്റ് ആവറേജ്, അത്രയും എന്താ പറയുക, ഒരു പിന്നെ വൺ ടൈം വാച്ച് മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പിന്നെ പോരായ്മ എന്ന് പറയാം. സ്ക്രിപ്റ്റ് ബാക്കിയെല്ലാം ടോപ്പ് നോച്ചിലായിരുന്നു. അതായത് പിന്നെ പെർഫോമൻസ് പെർഫോമൻസ് എല്ലാവരും, മാധവനായിക്കോട്ടെ, നയൻതാര ആയിക്കോട്ടെ, സിദ്ധാർത്ഥ് ആയിക്കോട്ടെ, ഹിറ്റ് റോളായ മീര ജാസ്മിൻ ആയിക്കോട്ടെ, പിന്നെ സിദ്ധാർത്ഥിന്റെ മകനായിട്ട് വന്ന കഥാപാത്രം, എല്ലാവരും ഹിറ്റ് റോളുകൾ എല്ലാവരും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അതേപോലെ തന്നെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കത് മ്യൂസിക് വിഭാഗം നോക്കുകയാണെങ്കിൽ, മ്യൂസിക് ചെയ്ത ആരാ, ശക്തിശ്രീ ഗോപാലൻ. മ്യൂസിക് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാമറ വർക്കുകൾ, ഈ ക്രിക്കറ്റ് കാണിക്കുക, ടെസ്റ്റ് മാച്ച് കാണിക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റേഡിയം കാര്യങ്ങളെല്ലാം വളരെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ല കിഡിലായിട്ട് ചെയ്ത സംഭവമാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ടെസ്റ്റാണ് ഈ ഒരു സിനിമ. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല എന്താ പറയുക, നല്ല പിന്നെ ക്വാളിറ്റിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തുണ്ടായിട്ടും ആ ഒരു വലിച്ചു നീട്ടിക്കൊരു സിനിമ ഇങ്ങനെ ഒരു പക്കാ ഡ്രാമ പോലെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ലാസ്റ്റിലേക്ക് ഒരു 1/2 മണിക്കൂറൊക്കെ ഒരു ത്രില്ലിംഗ് മൂമെന്റിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഇമോഷണൽ ആയിട്ടൊരു കണക്ഷൻ നമുക്ക് ആരും കിട്ടുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഫാക്ടറും കൂടിയുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഈ സിനിമ നമ്മളെ അത്രയും അങ്ങോട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കാതെ പോയെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സിനിമ ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവരും പെർഫോമൻസുകളും മറ്റു കാര്യങ്ങളും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നെങ്കിലും ഈ ഒരു സംഭവം കൊണ്ട് തന്നെ ഡൗൺ ആയി പോകുന്ന ഒരു കാഴ്ചയാണ് സിനിമയ്ക്ക് എന്താ പറയുക കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ടെസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡബ്ബിങ് കാര്യങ്ങളൊന്നും മോശമാക്കിയില്ല. ഞാൻ മലയാളമാണ് കണ്ടത്. ഡബ്ബിങ് കാര്യങ്ങളൊന്നും മോശമാക്കിയില്ല. തമിഴ് സിനിമയാണ്. ഞാൻ ജസ്റ്റ് മലയാളം ഉള്ളതുകൊണ്ട് മലയാളം കണ്ടാണ്. മലയാളം ഡബ്ബിങ് വലിയ മോശം ആക്കിയിട്ടൊന്നുമില്ല. നല്ല ഡബ്ബിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.